കുറച്ചധികം ദിവസമായിട്ട് ഡെയിലി മത്തിയായിരുന്നു വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നത്. മത്തി കഴിച്ച് മടുത്തിരിക്കുമ്പോഴാണ് കുറച്ച് കൂന്തൽ കിട്ടിയത്. അപ്പോൾ പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും റോസ്റ്റ് ചെയ്യല്ലേ, അതൊന്ന് വീഡിയോ കൂടെ ആക്കിയാൽ എനിക്കും ഉപകാരമായി, കാണുന്ന നിങ്ങൾക്കും ഉപകാരമായി. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, എന്നിട്ട് മതി ബാക്കി പ്രയോഗങ്ങളൊക്കെ. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനെ നമ്മളെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ മസാലകളും നമുക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ഇട്ടിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ അധികം എരിവ് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തത്. കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ അധികം എരിവായി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് അതൊന്ന് പിടിക്കട്ടെ. അതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂന്തലിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് വഴറ്റി ഡ്രൈ ആക്കി എടുക്കണം. അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് വേഗം സെറ്റായിക്കോളും. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രത്തിലോ ഒക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേഗം അടി പിടിച്ചു പോവും. അങ്ങനെ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല, പക്ഷേ ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടില്ല. സാധാരണ ഞാൻ നല്ല രീതിക്ക് എരിവൊക്കെ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അധികം എരിവ് ഇടാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കൂന്തലൊക്കെ വേവിക്കുന്ന സമയത്ത് നല്ലോണം വേവിച്ചെടുക്കണം. പകുതി വേവൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതിലേക്ക് ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ മല്ലിയില അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനതിൻ്റെ ഇടയിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാതെ ഡ്രൈ ആയി പോലെ തോന്നി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.